ഹലോ, വെൽക്കം. ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിന് എരിക്കനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയൊന്നും നമ്മളിത് വേറെ ചേർക്കുന്നില്ല. അത് വഴണ്ടി കഴിയുമ്പോൾ 2 സവോള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. സവോള വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ബ്രൗൺ കളറൊന്നും ആക്കണ്ട, മുരിക്കണ്ട, വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി വെക്കാം. ഇടയ്ക്ക് ഉള്ളി ഇളക്കി കൊടുത്തോണം. ഒത്തിരി അങ്ങ് വഴറ്റി മൂപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പരുവത്തിന് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പരുവത്തിന് വഴണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും മതി ഇപ്പോൾ ഇതിന്. ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പ് പരുവത്തിനാണോ നോക്കിക്കോണം. സ്വാദനുസരിച്ച് ഉപ്പ് ഇട്ടോണം. ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ച് വെക്കാം. കുറച്ചും കൂടെ വെന്ത് കുഴഞ്ഞൊരു പരുവാകുമ്പോൾ കറിവേപ്പിലയും ഇട്ട് ചൂടോടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും ഒക്കെ നല്ലൊരു കറിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. വളരെ സ്വാദും എളുപ്പമുള്ള കറിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.